ഹായ് ഹലോ എവറി വൺ. നമ്മുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചിന്തകള്, നമ്മുടെ ഫീലിങ്സ്, ബിലീഫ്സ്, ആക്ഷൻസ്, ഇതിന്റെയൊക്കെ ഒരു ബേസിൽ അതൊക്കെ എങ്ങനെയാണോ ഫ്രെയിം ചെയ്തിട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് സൈക്കിൾ ഓഫ് അട്രാക്ഷനിലാണ് ഉണ്ടാകുക. ഇനി അത് തിരിച്ചാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു, പക്ഷെ നമ്മളിവിടെ പോസിറ്റീവ് ആയിട്ട് അതിനോട് റിയാക്ട് ചെയ്യും. അപ്പൊ നമ്മൾക്ക് ഒരു പോസിറ്റീവ് സൈക്കിൾ ഓഫ് അട്രാക്ഷനിലേക്ക് മാറാനും കഴിയും. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫും കാര്യങ്ങളും ഒന്നും നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫീലിങ്സും തോട്ട്സും ബിലീഫ്സും ആക്ഷൻസും അത് ആ ഒരു പർട്ടിക്കുലർ റിസൾട്ട് എന്താണ് നമുക്ക് വേണ്ടത് അതുമായിട്ട് അലൈൻഡ് ആയിരിക്കില്ല. അപ്പൊ എപ്പോഴും ഞാൻ എന്റെ പകുതി ക്ലാസ്സുകളിലും പറയാറുണ്ട്, ഒരു അലൈൻമെന്റിൽ തന്നെ എന്താണ് അലൈൻമെന്റിൽ പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സും തോട്ട്സും ബിലീഫ്സും ആക്ഷൻസും നമ്മൾ നേടിയെടുക്കേണ്ട വസ്തുവോ സാഹചര്യമോ എന്താണോ അതുമായിട്ടുള്ള അതിന്റെ എനർജിയിലേക്ക് ആ ഒരു അലൈൻമെന്റിൽ എത്തുക, അല്ലെങ്കിൽ യൂണിവേഴ്സോടെ അലൈൻമെന്റിൽ എത്തുക എന്നുള്ളതാണ്. ഇപ്പൊ പൈസ സമ്പാദിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആഗ്രഹമുണ്ട്, അയാൾക്ക് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ ചിന്തകളും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പണത്തിനെ പറ്റി നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ഫീലിങ്സും നെഗറ്റീവ് ആയിരിക്കും. പൈസയെ പറ്റി ആലോചിക്കുമ്പോൾ ഡിസ്കംഫർട്ട് ആണ്, ടെൻഷൻ ആണ്, സ്ട്രെസ് ആണ്. അതേപോലെ അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എടുക്കുന്ന ആക്ഷൻസും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊരിക്കലും നെഗറ്റീവ് റിസൾട്ടേ തരുള്ളൂ. ഇനി ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു മാംഗോ ട്രീ അല്ലെങ്കിൽ മാങ്ങ ഉണ്ടാവുന്ന മാവുണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ എല്ലാ ദിവസവും മാങ്ങ ഉണ്ടാവുന്നു, പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ മാങ്ങ ഇഷ്ടമില്ല. അല്ല, എത്ര എത്ര കഴിക്കേണ്ട നിവൃത്തിയില്ലാണ്ട് ഒന്നും കഴിക്കില്ലേ? മാങ്ങ ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്ന് വിചാരിക്കാം. പക്ഷെ ഈ മാവിലാണെങ്കിൽ എല്ലാ ദിവസവും ഈ കൂട്ടിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? പോന്നു പറിച്ചു ദൂരെ എറിയുന്നു, പോന്നു പറിച്ചു ദൂരെ എറിയുന്നു, പോന്നു പറിച്ചു ദൂരെ. പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാം. നിങ്ങൾ എത്ര എറിഞ്ഞിട്ടും പറിച്ചെറിഞ്ഞിട്ടും പിന്നെയും അതിൽ മാങ്ങ ഉണ്ടാവും. കാര്യം എന്താ? നമുക്ക് മാവില് മാങ്ങ ഉണ്ടാവുന്ന ഇഷ്ടമല്ലെങ്കിൽ ആ ഫ്രൂട്ടിനെ പറിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. മരമാണ് പിഴുതരം, അല്ലെങ്കിൽ റൂട്ടാണ് നമ്മളെടുത്ത് കളയേണ്ടത്. അപ്പൊ നമ്മുടെ ഈ ചിന്തകളിലെ ഫീലിങ്സിനൊക്കെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റമാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾക്ക് ഈ ഒരു FTBA, ലൈക്ക് അതായത് നിങ്ങളുടെ ഫീലിങ്സ്, തോട്ട്സ്, ആക്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് നിങ്ങൾ എന്തൊരു വിശ്വാസമാണ്, ബിലീഫ് സിസ്റ്റമാണ് ഫോം ചെയ്തിട്ടുള്ളത്, അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് നമുക്ക് ഒരുപാട് മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് തന്നെ പറയാം. ലിമിറ്റിംഗ് ബിലീഫ്സിനെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ബിലീഫും സപ്പോർട്ടീവ് ബിലീഫ്സ് ഒക്കെ ആയിട്ട് റീഫ്രെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ നെഗറ്റീവ് സിറ്റുവേഷനോടും നമ്മൾ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്നത് നെഗറ്റീവായിട്ട് ഒരാൾ എന്തെങ്കിലും പറയുന്നു, അതൊരു സിറ്റുവേഷൻ വരുന്നു, അതോടെ നെഗറ്റീവായിട്ടല്ലേ റിയാക്ട് ചെയ്യേണ്ടത്? അതെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, ഭയങ്കര ഒരു പല അപകടം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രെസ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് തോന്നുന്നത് സ്വാഭാവികമല്ലേ? മനുഷ്യനല്ലേ, അല്ലേ? സങ്കടം തോന്നുന്നത് സ്വാഭാവികമല്ലേ? ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു, നാച്ചുറൽ അല്ലേ ഞാൻ പറയുന്നത്? എനിക്ക് സങ്കടം തോന്നുന്നത് സ്വാഭാവികമല്ലേ? പക്ഷെ അത് പലപ്പോഴും സ്വാഭാവികമല്ല, അത് നാച്ചുറൽ അല്ല. നമ്മൾ വിചാരിക്കുന്നത് നോർമാലിറ്റി ആണെന്ന്, പക്ഷെ അല്ല. അതിനെ നമുക്ക് പോസിറ്റീവായിട്ടും എടുക്കാൻ പറ്റും, അതിനോട് പോസിറ്റീവായിട്ടും റിയാക്ട് ചെയ്യാൻ പറ്റും. മരങ്ങളൊക്കെ പച്ചക്കളർ, ഇലകളൊക്കെ പച്ചക്കളറിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ കാര്യമാണ്, അല്ലെ? അതേപോലെ എന്താണ്, മണ്ണുണ്ട്, അല്ലെ? ഭൂമിയിൽ മണ്ണുണ്ട്, എല്ലാ വൃക്ഷങ്ങളും മണ്ണിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ട് കാര്യമാണ്. ഓക്കെ, പക്ഷെ നമ്മൾക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിനോട് നമ്മൾ നെഗറ്റീവായിട്ട് എന്ന് റിയാക്ട് ചെയ്യണം, അപ്രോച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. അതിന് പോസിറ്റീവായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമ്പോൾ അതുണ്ടാക്കുന്ന റിസൾട്ടും പലപ്പോഴും വ്യത്യാസമുണ്ടാവും. അപ്പൊ നമ്മൾ ആലോചിക്കും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്കുള്ള കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ പറയുന്നു, ഒരു 20% നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ ആണോ? അല്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്. ഇപ്പം മഴ ഉണ്ടാവുന്ന എനിക്ക് മഴ ഇഷ്ടേ അല്ല, അല്ലെങ്കിൽ മഴ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് മഴ വേണം, നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവോ? ഇല്ല. ഇത് നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുന്നു, അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് എടുക്കണം, നമ്മൾ പറയുന്ന പോലെ പെരുമാറണം. ആണോ, അങ്ങനെയാണോ എന്ന് പറഞ്ഞ് കാമൻ ക്വൈറ്റ് ആയിട്ട് കേട്ടിരിക്കണം. നമ്മള് കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം, നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. പക്ഷെ എല്ലായിടത്ത് ചെല്ലുമ്പോ
അയാൾ കേൾക്കുക പോയിട്ട് ഒരു സെന്റൻസ് മുഴുവിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഓടിച്ചു കൊടുക്കും, പൊയ്ക്കെ പോയി കഴിഞ്ഞാൽ വേറെ പണിയുണ്ട്, പിന്നെ ഈ കാര്യം ഒന്നും കേൾക്കലല്ല എന്റെ പണി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇങ്ങനെ പറഞ്ഞു വിടാം ചിലപ്പോ കേട്ടോ. അപ്പൊ ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല, അത് അയാളുടെ ചിന്തകളും അയാളുടെ ബിഹേവിയറും ഒക്കെയാണ്. പക്ഷേ ബാക്കി 80% ഉണ്ടല്ലോ നമ്മളുടെ കൺട്രോളിലാണ്. ഇനി ഞാൻ പറയട്ടെ, 20% നമ്മുടെ സിറ്റുവേഷൻസ് ആണെങ്കിൽ 80% ആ സിറ്റുവേഷൻസിനോട് ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾക്ക് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മളൊരു പുതിയതായിട്ട് ഒരുപാട് ആശിച്ച് മോഹിച്ച് ഒരു വീട് ഉണ്ടാക്കുന്നു, നമ്മൾ ഒരുപാട് മനക്കോട്ട് കിട്ടല്ലേ, നമ്മൾ ഒരു വീട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അയച്ചു നോക്കിയാൽ, നിങ്ങൾ വാങ്ങിച്ചൊരു വീടാണെങ്കിലും, നിങ്ങൾ വാങ്ങിച്ചൊരു വണ്ടിയാണെങ്കിലും, നിങ്ങളുടെ വീട്ടിലേക്ക് വെച്ചൊരു സ്പൂൺ ആണെങ്കിലും പോലും അത് ആദ്യം ഒരുപാട് വട്ടം നിങ്ങളുടെ ചിന്തകളിലൂടെ കടന്നു പോയിട്ടില്ലേ? ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ചുറ്റും നോക്കിയേ. നിങ്ങൾ എല്ലാ ഒബ്ജക്ട്സും ഒരുപാട് വട്ടം നിങ്ങളുടെ ചിന്തകളിലൂടെ കടന്നു പോയിട്ടാണ് പിന്നീട് അത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് നിങ്ങൾ അട്രാക്ട് ചെയ്തെടുത്ത് തന്നെയാണ്. ഈ ലോകത്ത് എത്രയോ കോടിക്കണക്കിന് വസ്തുക്കളുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. ഈ പെർട്ടിക്കുലർ സാധനം നിങ്ങളുടെ വീട്ടിൽ വേണം, നിങ്ങൾ അത്ര വട്ടം അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് അട്രാക്ട് ചെയ്തെടുത്തോ. യെസ്, ചെയ്യുന്നത് പോലെ നമ്മുടെ ലൈഫ്, നമ്മൾ അതിന് മുന്നേ നമ്മുടെ അതിന്റെ ചുമര് എങ്ങനെ ആയിരിക്കണം, എന്നിട്ട് അതിന്റെ ടൈൽ ഇടണം, അതിന്റെ ഇന്റീരിയർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, കർട്ടൻ വർക്ക്സ് എങ്ങനെയായിരിക്കണം, കിച്ചൺ എങ്ങനെയായിരിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ഉണ്ടാക്കും. ഫർണിഷിംഗ് എങ്ങനെ, എല്ലാത്തിനും പ്ലാൻ ഉണ്ടാകും. പ്ലാനർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകും അല്ലെ. ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആദ്യം നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിന്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ, അവരുടെ സിറ്റുവേഷൻ ആണ് അവരുടെ FTBA, ഫീലിങ്സ്, തോട്ട്സ്, ബിലീഫ്സ്, ആക്ഷൻസിനെ തീരുമാനിക്കുന്നത്. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും ചെയ്യാ, അവര് അവരുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ FTBAക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും തിങ്ക് ചെയ്യുന്നതും മനസ്സിൽ ബിലീവ് ചെയ്യുന്നതും ഉറച്ചു നടക്കുമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ആകർഷിച്ചെടുക്കുക, ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന് കോച്ചിങ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു FTBA നമ്മുടെ ഗോളുമായിട്ട് അല്ലെങ്കിൽ ചാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ഫോമിലേക്ക്, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ ഓർഡിനറി ആണോ എക്സ്ട്രാ ഓർഡിനറി ആണോ? നിങ്ങളൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫീലിങ്സും തോട്ട്സും ബിലീഫ്സും ആക്ഷൻസും ഇപ്പോ എന്ത് പ്രശ്നത്തിലാണോ നിങ്ങളുള്ളത്, അതിന്റെ ഫീലിങ്സും തോട്ട്സും ബിലീഫ്സും ആക്ഷൻസ് എങ്ങനെയാണെന്ന് കൃത്യമായ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് വേണം. അതിനെ ഏത് രീതിയിൽ ചേഞ്ച് ചെയ്താലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കമ്മിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതൊന്ന് വിചാരിക്കാം. ഇനി വലിയ വലിയ വാക്കുകളൊന്നും പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം, ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം, പൈസ ഇല്ല, അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാനില്ല, EMI ആണെങ്കിൽ അത് മന്ത്ലി പോലും. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ എന്താ, എന്നെ കൊണ്ട് പറ്റൂല, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള ഫീലിങ്സും സങ്കടവും വിഷമവും നിസ്സഹായാവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ആക്ഷൻസ് എടുക്കും? നമ്മള് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ആരെങ്കിലും കടയിൽ പോയിട്ടാ ഏത് മോഡലാ വേണ്ടതെന്നോ എത്ര രൂപ നോക്കൂ ഇല്ല. നമ്മുടെ ആക്ഷൻസ് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ കടകളിലേക്ക് ഒന്നും പോവില്ല, മോഡൽസ് ഒന്നും നോക്കൂല്ല അല്ലെ, അതിന്റെ ഏറ്റവും ബെറ്റർ ഉള്ളത് ഏതാണെന്ന് ചോദിക്കൂല, ആരുടെ ഫീഡ്ബാക്ക് മേടിക്കൂല. നമ്മുടെ ഫീലിങ്സും തോട്ട്സും നെഗറ്റീവ് ആണ്, നമ്മുടെ ആക്ഷൻസും നെഗറ്റീവ് ആയിരിക്കും. ഇനി അതല്ല, അത് എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഇത് നമ്മുടെ വീട്ടിലില്ല, ഒരാഴ്ചക്കുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ ഈ പെർട്ടിക്കുലർ ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ്, കിട്ടുന്ന ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ തോട്ട് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇങ്ങനെ വാങ്ങാം, ഇങ്ങനെ വാങ്ങാം, ആ ഒരു തോട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഫീലിങ്സും കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാകും. പിന്നെ എന്താണ്, നമ്മളെല്ലാം ആക്ഷൻസ് എടുക്കും. എന്തൊക്കെ എടുക്കും? ഏത് കളർ വേണം, ഏത് മോഡൽ വേണം, ഏത് കമ്പനിയുടെ വേണം, എത്ര ലൈക്ക് എന്തൊക്കെ ഫങ്ഷൻസ് വേണം, ഇങ്ങനെ 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 എല്ലാം നോക്കിയിട്ട് അതിന് നോക്കിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതാണ് FTBA അലൈൻമെന്റ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നു അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫ്രീക്വൻസി ചിലപ്പോൾ ഇവിടെ എവിടെയൊക്കെ ആയിരിക്കും. അതാണ് നമ്മൾക്ക് ഇന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നവർക്ക്, ആദ്യമായി എന്നെ കാണുന്നവർക്ക്, ഞാൻ സന്തോഷ്, സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, ഹോമിലാണ്. നമ്മുടെ പേഴ്സണൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നിങ്ങൾ ഡയറക്റ്റ്ലി റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ലവ് യു ഓൾ.